ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സോയിൽ, പ്ലാന്റ് ആൻഡ് വാട്ടർ റിലേഷൻഷിപ്പ്. സോയിലും പ്ലാന്റും വാട്ടറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അത് നമുക്ക് സോയിലും വാട്ടറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കാം. സോയിൽ ഇസ് എ ഹെറ്ററോജീനസ് മാസ് കൺസിസ്റ്റിംഗ് ഓഫ് 3 phase system: സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസ്. അപ്പം സോയിൽ എന്ന് പറയുന്നത് ഒരു ഹെറ്ററോജീനസ് മാസാണ്. അതിൽ ഏതൊക്കെ ഫേസിലുണ്ട്? സോയിലിൽ 3 ഫേസും എക്സിസ്റ്റിംഗ് ആണ്. അതായത് സോളിഡ് ഫേസും ഉണ്ട്, ലിക്വിഡ് ഫേസും ഉണ്ട്, ഗേഷ്യസ് ഫേസും ഉണ്ട്. ഇനി സോയിൽ എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സോയിലിൽ മിനറൽ മാറ്റർ ഉണ്ട്. മിനറൽ മാറ്റർ എന്ന് പറഞ്ഞാൽ സാൻഡ്, സിൽട്ട് ആൻഡ് ക്ലേ. പിന്നെ വരുന്നത് ഓർഗാനിക് മാറ്റർ. ഓർഗാനിക് മാറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമസ്. Okay. It forms the largest fraction of the soil and serves as a framework or matrix with a numerous pores of various proportions. അപ്പം നമ്മളൊരു സോയിൽ എടുക്കുകയാണെങ്കിൽ ആ സോയിലിൻ്റെ ബൾക്കും ഫോം ചെയ്തിരിക്കുന്നത് മിനറൽ മാറ്ററും ഓർഗാനിക് മാറ്ററും കൊണ്ട് ആയിരിക്കും. അതിൻ്റെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ പോർസും ഉണ്ടാവും. ആ പോർസിലാണ് എന്തുണ്ടാവുന്നത്? ലിക്വിഡ് ഫേസും ഗേഷ്യസ് ഫേസും ഉണ്ടാകുന്നത് ഈ പോഴ്സാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാക്രോ പോഴ്സും മൈക്രോ പോഴ്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ, ഇനി എന്താണ് സോയിലിൻ്റെ കമ്പോസിഷൻ? എന്തുകൊണ്ടാണ് സോയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്? ഓക്കെ, സോയിൽ ഇസ് എ മിക്സ്ചർ ഓഫ് മിനറൽ മാറ്റർ, ഓർഗാനിക് മാറ്റർ ആൻഡ് ദി പോഴ്സ്. ഈ 3 കമ്പോണൻസ് കൊണ്ടാണ് സോയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. മിനറൽ മാറ്റർ ഉണ്ടാവും, ഓർഗാനിക് മാറ്റർ ഉണ്ടാവും, പിന്നെ കുറച്ച് പോഴ്സ് ഉണ്ടാവും. ഇനി മിനറൽ മാറ്ററും ഓർഗാനിക് മാറ്ററും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് അതിനെ നമ്മൾ സോളിഡ് ഫേസ് അല്ലെങ്കിൽ സോയിൽ സോളിഡ്സ് എന്ന് പറയുന്നത്. ഇനി മിനറൽ മാറ്ററിൽ എന്തൊക്കെ ഉണ്ടാവും? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്മോൾ മിനറൽ പാർട്ടിക്കിൾസ് ഓഫ് എയ്തർ സാൻഡ്, സിൽട്ട് ഓർ ക്ലേ. മിനറൽ മാറ്ററിൽ ആയിരിക്കും. മിനറൽ മാറ്റർ കമ്പോസ് ചെയ്തിരിക്കുന്നത് സാൻഡ്, സിൽട്ട് ആൻഡ് ക്ലേ കൊണ്ടാണ്. It makes up about 1/2 of the total soil volume. Okay, അതായത് ടോട്ടൽ സോയിൽ വോളിയത്തിൻ്റെ 1/2 ഈ മിനറൽ മാറ്റർ ആയിരിക്കും. നെക്സ്റ്റ് ഓർഗാനിക് മാറ്റർ. ഓർഗാനിക് മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് decaying plant and animal substances and is distributed in and among the mineral particles. ഇപ്പം മിനറൽ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ സാൻഡ്, സിൽട്ട് ആൻഡ് ക്ലേ ആണ്. ആ മിനറൽ പാർട്ടിക്കിൾസിൽ മിക്സ് ചെയ്തപ്പെട്ടായിരിക്കും എന്ത് കാണുന്നത്? ഓർഗാനിക് മാറ്റർ കാണുന്നത്. ഓർഗാനിക് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഫോംഡ് ബൈ ഡീക്കേയിങ് പ്ലാന്റ് ആൻഡ് ദ ആനിമൽ സബ്സ്റ്റൻസസ് ഇൻ ദി soil. It accounts for about 1 to 5% of the overall soil makeup. അപ്പം 1/2 ഓഫ് ദ പോർഷനും എന്താണ്? മിനറൽ മാറ്റർ ആണ്. ഇനി ബാക്കിയുള്ളതിൽ 1 to 5%, അതായത് ടോട്ടൽ സോയിൽ വോളിയം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 1 to 5% മാത്രമേ എന്ത് വരുന്നുള്ളൂ? ഓർഗാനിക് മാറ്റർ വരുന്നുള്ളൂ. നെക്സ്റ്റ് പോഴ്സ്. പോഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്പേസസ് ദാറ്റ് ഒക്കർ അറൗണ്ട് ദ മിനറൽ പാർട്ടിക്കിൾസ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദേ സ്റ്റോർ എയർ ആൻഡ് വാട്ടർ ഇൻ ദി സോയിൽ. അപ്പം പോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്ലാന്റ്സിന് ആവശ്യമായ വെള്ളവും പിന്നെ റൂട്ട്സിന് ആവശ്യമായിട്ടുള്ള ഓക്സിജനും എവിടെയാണുള്ളത്? ഈ പോർസിലാണ് കാണപ്പെടുന്നത്. പോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മിനറൽ പാർട്ടിക്കിൾസിനിടയിൽ കാണുന്ന ചെറിയ സ്പേസസ്, അതിനാണ് നമ്മൾ പോഴ്സ് എന്ന് പറയുന്നത്. അതെ, അപ്രോക്സിമേറ്റ്ലി 50% ഓഫ് ദ സോയിൽ മേക്കപ്പ് ഇസ് പോഴ്സ്. 50% പോഴ്സാണ്. ഇനി ഓവറോൾ കമ്പോസിഷൻ എടുത്ത് കഴിയുമ്പോൾ 1/2 നമ്മൾ പറഞ്ഞായിരുന്നല്ലേ. അപ്പം 45 to 49% മിനറൽ പാർട്ടിക്കിൾസ് ആയിരിക്കും. അതിൻ്റെ ബാക്കി വരുന്ന ഒരു 1 to 5% ഓർഗാനിക് മാറ്റർ ആയിരിക്കും. ബാക്കി വരുന്ന 50% എന്താണ്? പോഴ്സ് ആയിരിക്കും, സോയിൽ പോഴ്സ് ആയിരിക്കും. ഇതാണ് സോയിലിൻ്റെ ഒരു കമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് സോയിൽ ടെക്സ്ചർ. നിങ്ങൾ സോയിലിൻ്റെ കോഴ്സ് പഠിക്കുമ്പം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കരുതിയാൽ മതി. സോയിൽ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾസ് ദാറ്റ് മേക്ക് അപ്പ് ദ സോയിൽ. സോയിൽ ടെക്സ്ചർ, സോയിൽ കമ്പോസിഷനിൽ നമ്മൾ എന്തൊക്കെയാണുള്ളതെന്ന് പറഞ്ഞു. ഇനി ടെക്സ്ചറിലേക്ക് വരുമ്പം ഈ ഓരോ പാർട്ടിക്കിൾസിൻ്റെയും സൈസ് വെച്ചിട്ടാണ് നമ്മൾ സോയിൽ ടെക്സ്ചറിനെ പറയുന്നത്. പാർട്ടിക്കിൾ സൈസ് വെച്ചിട്ടാണ് സോയിൽ ടെക്സ്ചർ പറയുന്നത്. ഇറ്റ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ ദാറ്റ് മേക്ക് അപ്പ് ദ സോയിൽ. ട്രഡീഷണൽ മെത്തേഡ് എങ്ങനെയാണ് നമ്മൾ
സൈസ് മെഷർ ചെയ്യണമല്ലോ. അത് നമ്മൾ ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ 3 ആയിട്ടാണ് ഈ സോയിൽ പാർട്ടിക്കിൾസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്: സാൻഡ്, സിൽട്ട് ആൻഡ് ക്ലേ. ഓക്കെ, കൺവീനിയൻ്റ്ലി നമ്മൾ 3 കാറ്റഗറീസ് ആയിട്ട് അല്ലെങ്കിൽ 3 സൈസ് കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യും: സാൻഡ്, സിൽട്ട് ആൻഡ് clay. Generally, only particles smaller than 2 mm in size are categorized as soil particles. അതായത് നമ്മളൊരു സോയിൽ എടുത്തു കഴിയുമ്പം സോയിലിൽ പല ടൈപ്പ് പാർട്ടിക്കിൾസ് ഉണ്ടാവും അല്ലേ. വലിയ കല്ലുകളുണ്ടാവും, പിന്നെ അതിൻ്റെ താഴെ വരുന്ന ചരലുകളുണ്ടാവും, അങ്ങനെയുള്ള ചെറിയ ചെറിയ പാർട്ടിക്കിൾസും എല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു സോയിൽ പാർട്ടിക്കിളായിട്ട് തന്നെ കണക്കാക്കണമെന്നുണ്ടെങ്കിൽ ആ സോയിൽ പാർട്ടിക്കിളിൻ്റെ സൈസ് 2 mm താഴെയാണെങ്കിൽ മാത്രമേ നമ്മളതൊരു സോയിൽ പാർട്ടിക്കിളായിട്ട് കണക്കാക്കുകയുള്ളൂ. ബാക്കിയെല്ലാം ഗ്രാവല് അങ്ങനെയുള്ള പോർഷൻസ് ആയിട്ട് നമ്മളതിനെ തരംതിരിക്കും. അപ്പോൾ സോയിൽ പാർട്ടിക്കിൾസ് ആയിട്ട് വരുമ്പോൾ 3 എണ്ണേ ഉണ്ടാവുള്ളൂ: സാൻഡ്, സിൽട്ട് ആൻഡ് ക്ലേ. സാൻഡിൻ്റെ പാർട്ടിക്കിൾ സൈസ് എന്ന് പറയുന്നത് 2 mm മുതൽ 0.05 mm വരെ ആണ്. 0.2 mm to 0.05 mm അല്ലെങ്കിൽ 0.02 mm. കൺവീനിയൻസ് അനുസരിച്ച് നമ്മൾ 0.02 mm വരെ എടുക്കും. ചില സ്റ്റഡീസിൽ അങ്ങനെ എടുക്കും. നിങ്ങളുടെ ടെക്സ്റ്റിൽ 0.5 കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. ഇനി സിൽട്ട് എടുക്കുമ്പോഴത്തേക്കും 0.05 മുതൽ 0.002 വരെ അല്ലെങ്കിൽ 0.02 മുതൽ 0.002 വരെയാണ് എന്ത് വരുന്നത്, സിൽട്ടിൻ്റെ പാർട്ടിക്കിൾ സൈസ് വരുന്നത്. ഇനി ലെസ് ദാൻ 0.002 mm ആണെങ്കിൽ അത് ക്ലേ പാർട്ടിക്കിളായിട്ട് കണക്കാക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സോയിൽ ടെക്സ്ചർ എന്ന് പറയുന്നത്. പാർട്ടിക്കിൾ സൈസ് വെച്ചിട്ട് നമ്മൾ സോയിലിൻ്റെ ക്യാരക്ടേഴ്സിനെ പഠിക്കുന്നതിനെയാണ് നമ്മൾ സോയിൽ ടെക്സ്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് സോയിൽ സ്ട്രക്ചർ. സോയിൽ സ്ട്രക്ചറിലേക്ക് വരുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ദ ഷേപ്പ് ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് ഇൻ ടു ദി അഗ്രിഗേറ്റ്സ്. അതായത് ഈ പാർട്ടിക്കിൾസ് ചേർന്ന് ഒരു അഗ്രിഗേറ്റ്സ് ഉണ്ടാവും അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ആയിട്ട് ഫോം ചെയ്യും. കുറേ പാർട്ടിക്കിൾസ് ചേർന്ന് ഒരു സ്ട്രക്ചറായിട്ട് മാറും. അതിനെയാണ് നമ്മൾ സോയിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം ആ അഗ്രിഗേറ്റ്സ് ഫോം ചെയ്യുന്ന ഷേപ്പും അഗ്രിഗേറ്റ് ഒന്നിച്ച് ചേരുന്ന അറേഞ്ച്മെൻറ്റും വെച്ചിട്ടാണ് നമ്മൾ സോയിൽ സ്ട്രക്ചറിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ദ പ്രിൻസിപ്പൽ ഫോംസ് ഓഫ് സോയിൽ സ്ട്രക്ചർ ആർ പ്ലാറ്റി സ്ട്രക്ചർ, പ്രിസ്മാറ്റിക് സ്ട്രക്ചർ, കൊളംനാർ സ്ട്രക്ചർ, ബ്ലോക്കി സ്ട്രക്ചർ ആൻഡ് ഗ്രാനുലാർ സ്ട്രക്ചർ. ഇങ്ങനെ 5 ആയിട്ടാണ് നമ്മൾ സോയിൽ സ്ട്രക്ചറിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ സോയിലിൽ പഠിക്കും. ഇനി ക്ലാസ് ആൻഡ് ഗ്രേഡ് ഓഫ് സോയിൽ, ഇങ്ങനെ 2 ടേംസ് ഉണ്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ക്ലാസ് ഓഫ് സോയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സൈസ് ഓഫ് ദി അഗ്രിഗേറ്റ്സ്. സോയിൽ പാർട്ടിക്കിളിൻ്റെ സൈസ് അല്ല, സോയിൽ പാർട്ടിക്കിൾസ് ചേർന്നുണ്ടാകുന്ന അഗ്രിഗേറ്റ്സിൻ്റെ സൈസിനെയാണ് എന്തെന്ന് പറയുന്നത്, സോയിൽ ക്ലാസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ഒരുപാട് സോയിൽ ക്ലാസ്സസ് ഉണ്ട്. ആ ക്ലാസ്സസ് വരുന്നതിൻ്റെ ക്ലാസ്സസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് നമ്മൾ ഈ സൈസ് ഓഫ് ദി അഗ്രിഗേറ്റ്സ് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് സോയിൽ ഗ്രേഡ്. ഗ്രേഡ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഹൗ സ്ട്രോങ്ലി ദ അഗ്രിഗേറ്റ്സ് ആർ ഹോൾഡ് ടുഗെദർ. ഓരോ അഗ്രിഗേറ്റും എത്രത്തോളം സ്ട്രോങ്ലി ആണ് ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുന്നത് എന്ന് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോയിൽ ഗ്രേഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഈ 2 വാക്കുകൾ പഠിച്ചു വെച്ചിരിക്കുക. ഇനി അപ്പോൾ നമ്മൾ സ്ട്രക്ചർ പറഞ്ഞപ്പം പ്ലാറ്റി സ്ട്രക്ചർ, പ്രിസ്മാറ്റിക് സ്ട്രക്ചർ, അങ്ങനെ കുറേ സ്ട്രക്ചേഴ്സൊക്കെ പറഞ്ഞു. ഇനി ഈ സ്ട്രക്ചർ ഒന്നുമില്ലാത്ത സോയിൽസ് ഉണ്ട്. നമ്മുടെ മണൽ പോലെയുള്ള സോയിലിന് എന്തുണ്ടാവില്ല, സ്ട്രക്ചർ ഉണ്ടാവില്ല. കാരണം അതിന് ഒറ്റയ്ക്ക് മണൽ തരികളായിട്ട് തന്നെ നിൽക്കുള്ളൂ, ഒന്നിനോടൊന്ന് ചേർന്ന് നിൽക്കില്ല. ഓക്കെ, സ്ട്രക്ചറിലെ സോയിൽസ് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് സിംഗിൾ ഗ്രെയിൻഡ് സോയിലായിട്ട് പറയാം. സിംഗിൾ ഗ്രെയിൻഡ് സോയിലിന് എക്സാമ്പിളാണ് നമ്മുടെ സാൻഡ് ഡ്യൂൺസ്. അതായത് ഇൻഡിവിജ്വൽ അൺഅറ്റാച്ച്ഡ് പാർട്ടിക്കിൾസ്. ഓരോരോ മണൽ തരികൾ നമുക്ക് ഓരോന്നായിട്ട് വേർതിരിച്ചായിട്ട് എടുക്കാൻ പറ്റും. നമ്മൾ അഗ്രിഗേറ്റ്സ് ആയിക്കഴിഞ്ഞാൽ നമുക്കത് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വേർതിരിച്ചെടുക്കാൻ പറ്റുന്നതന്നെയാണ് നമ്മൾ സിംഗിൾ ഗ്രെയിൻഡ് സോയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ദി മാസിവ് സോയിൽ. മാസിവ് സോയിൽ പറയുമ്പോൾ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് ആർ അഡ്ഹേർഡ് ടുഗെദർ വിത്തൗട്ട് റെഗുലർ ക്ലേവേജ് ലൈക്ക് ക്ലേ പാൻസ് ഓർ ഹാർഡ് പാൻസ്. അതായത് ഒന്നിനോടൊന്ന് ചേർന്നിരിക്കും, പക്ഷേ അതിനൊരു റെഗുലർ ക്ലീവേജ് ഉണ്ടാവില്ല, അതിനൊരു കട്ടിങ് പോയിൻറ്റ് ഉണ്ടാവത്തില്ല. അതിങ്ങനെ ഒരു ഹാർഡ് പാനായിട്ട് ഒറ്റയടിക്ക് അങ്ങനെ കിടക്കും. നമുക്ക് എത്ര വെട്ടിയാലും അത് മുറിക്കാൻ മണ്ണ് കിളച്ചെടുക്കാനോ ഒന്നും പറ്റത്തില്ല. അങ്ങനെയുള്ള സോയിൽസിനാണ് നമ്മൾ മാസിവ് സോയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചറൽ സോയിൽസ് 2 തരമുണ്ട്. ഒന്ന് സിംഗിൾ ഗ്രെയിൻഡ് സോയിലും മറ്റേത് മാസിവ് സോയിൽസും. ഓക്കെ,
ഇനി നെക്സ്റ്റ് വരുന്നത് സോയിൽ ബൾക്ക് ഡെൻസിറ്റി ആൻഡ് പൊറോസിറ്റി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മൾ ഇറിഗേഷനിൽ വരുമ്പോഴത്തേക്കും ഈ ബൾക്ക് ഡെൻസിറ്റി, പൊറോസിറ്റി എന്നൊക്കെയുള്ള വാക്കുകൾ ഒരുപാട് ഇനിയും നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാനായിട്ട് വരും. അപ്പോൾ ഇത് പഠിച്ചു വെച്ചിരിക്കുക. ബൾക്ക് ഡെൻസിറ്റി, സോയിൽ ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയുന്നത് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് ഡ്രൈ ബൾക്ക് ഡെൻസിറ്റി ആൻഡ് ദി വെറ്റ് ബൾക്ക് ഡെൻസിറ്റി. ഇനി ഡ്രൈ ബൾക്ക് ഡെൻസിറ്റി എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി വെയ്റ്റ് ഓഫ് എ സോയിൽ ടുവേർഡ്സ് ടോട്ടൽ വോളിയം. സോയിലിൻ്റെ വെയ്റ്റും ടോട്ടൽ വോളിയവും കൂടി ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡ്രൈ ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പം സോയിൽ അങ്ങനെ എടുക്കുന്ന വെയ്റ്റ് ഓഫ് ദ സോയിൽ മാത്രം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സോയിൽ നമ്മൾ ഹീറ്റ് ചെയ്ത് അതിനകത്തുള്ള മോയ്സ്ചർ കണ്ടൻറ്റും എയറും എല്ലാം കളഞ്ഞതിന് ശേഷം വേണം സോയിലിൻ്റെ വെയ്റ്റ് എടുക്കാൻ. എന്നാൽ മാത്രമേ സോയിലിൻ്റെ വെയ്റ്റ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ഡ്രൈ ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയാൻ കാരണം. നെക്സ്റ്റ് ഈസ് ദി വെറ്റ് ബൾക്ക് ഡെൻസിറ്റി. വെറ്റ് ബൾക്ക് ഡെൻസിറ്റിയിൽ വരുമ്പം ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി സോയിൽ ആൻഡ് വാട്ടർ വെയ്റ്റ് ടു ദ ടോട്ടൽ വോളിയം. അതായത് ഇതെന്ന് പറയുന്നത് നമ്മൾ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഫീൽഡിൽ നിന്ന് സോയിൽ എടുത്തു കഴിഞ്ഞാൽ അത് അതേപടി വേ ചെയ്തിട്ട് ടോട്ടൽ വോളിയം വെച്ച് ഡിവൈഡ് ചെയ്യുക. അതിനെയാണ് നമ്മൾ വെറ്റ് ബൾക്ക് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ദ ടോട്ടൽ വോളിയം എന്താ? ടോട്ടൽ വോളിയം ഇൻക്ലൂഡ്സ് ദ സോളിഡ്സ് ആൻഡ് ദ പോർ സ്പേസ്. സോളിഡും പോർ സ്പേസും കൂടി കൂട്ടുന്നതിനെയാണ്, അല്ലെങ്കിൽ ആഡ് ചെയ്ത് കിട്ടുന്ന ആ വാല്യൂ ആണ് നമ്മൾ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്. ടോട്ടൽ വോളിയം ഓഫ് ദി സോയിൽ എന്ന് പറയുമ്പം ബൾക്ക് ഡെൻസിറ്റിയിൽ വരുമ്പോഴത്തേക്കും ഡ്രൈ ബൾക്ക് ഡെൻസിറ്റി ആണെങ്കിൽ നമ്മൾ സോയിലിൻ്റെ വെയിറ്റ് മാത്രമേ എടുക്കുകയുള്ളൂ. താഴെ ടോട്ടൽ വോളിയം വരുമ്പോഴത്തേക്കും ആ സോയിലിലുള്ള വെള്ളത്തിൻ്റെ അംശം, അതുപോലെ എയറിൻ്റെ അംശം, അത് എല്ലാം നമ്മൾ കണക്ക് കൂട്ടുന്നതിനെയാണ് നമ്മൾ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്. Next is the porosity. Porosity is the volume of pores in the soil. Pores in the volume. സോയിലുള്ള പോസിൻ്റെ വോളിയത്തിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പോറോസിറ്റി എന്ന് പറയുന്നത്. എ കോമ്പാക്റ്റഡ് സോയിൽ ഹാസ് ലോ പോറോസിറ്റി ആൻഡ് ദസ് ഹാവ് എ ഹയർ ബൾക്ക് ഡെൻസിറ്റി. അപ്പോൾ പോറോസിറ്റിയും ബൾക്ക് ഡെൻസിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ പോറോസിറ്റി കൂടിയിരിക്കുമ്പോൾ ബൾക്ക് ഡെൻസിറ്റി കുറഞ്ഞിരിക്കും. ഇപ്പം കോമ്പാക്റ്റഡ് ആയിട്ട് നല്ല കട്ടിയുള്ള സോയിലാണെങ്കിൽ അതിന് പോർ സ്പേസ് വളരെ കുറവായിരിക്കും, അല്ലേ? നല്ല കട്ടിക്ക് ഇങ്ങനെ അടിച്ച് പരത്തി വെച്ചിരിക്കുകയെന്ന് വിചാരിച്ചോ, പോർ സ്പേസ് വളരെ കുറവായിരിക്കും. പക്ഷേ ആ സോയിലിൻ്റെ ബൾക്ക് ഡെൻസിറ്റി വളരെ കൂടുതലായിരിക്കും. അതേസമയം നമ്മൾ ഒരു സാൻഡി സോയിൽ എടുക്കുകയാണ്, ലൂസ് സോയിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പോറോസിറ്റി വളരെ കൂടുതലായിരിക്കും, പക്ഷേ ബൾക്ക് ഡെൻസിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ പോറോസിറ്റിയും ബൾക്ക് ഡെൻസിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഈസ് ദി സോയിൽ വാട്ടർ കണ്ടൻറ്റ്. സോയിൽ വാട്ടർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാസ് ഓർ വോളിയം fraction of water in the soil can be characterized in terms of the soil moisture content. Mass or volume fraction of water in the soil. മണ്ണിലുള്ള ജലാംശം, അതാണ് സോയിൽ വാട്ടർ കണ്ടൻറ്റ്. ദ സ്റ്റേറ്റ് ഓഫ് സോയിൽ വാട്ടർ ഇസ് ക്യാരക്ടറൈസ്ഡ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് ഫ്രീ എനർജി പെർ യൂണിറ്റ് മാസ് ടേംഡ് ആസ് പൊട്ടൻഷ്യൽ. അതായത് ആ സോയിൽ വാട്ടർ എക്സിസ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഉണ്ടല്ലോ, അതായത് സോളിഡായിട്ടാണോ ലിക്വിഡായിട്ടാണോ വേപ്പർ ഫേസിലാണോ ഏതിലാണോ ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഈ പറയുന്നത് അതിൻ്റെ ഫ്രീ എനർജി പൊട്ടൻഷ്യൽ വെച്ചിട്ടാണ്. അപ്പം ഫ്രീ എനർജി പെർ യൂണിറ്റ് മാസ് വെച്ചിട്ട് പറയുന്നതിനെയാണ് നമ്മൾ ഫ്രീ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പം വാട്ടർ പൊട്ടൻഷ്യൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, സോയിൽ വാട്ടറിനെ എപ്പോഴും ഡിറ്റർമൈൻ ചെയ്യുന്നത്. എത്രത്തോളം വാട്ടർ പൊട്ടൻഷ്യൽ ഉണ്ട്, ഒരു സോയിലിൽ എത്രത്തോളം വാട്ടർ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ടാണ് നമ്മൾ ആ മണ്ണിൻ്റെ ജലാംശം ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദ സോയിൽ മോയ്സ്ചർ കണ്ടൻറ്റ് ആൻഡ് ദ പൊട്ടൻഷ്യൽ ആർ റിലേറ്റഡ് ടു ഈച്ച് അതർ ആൻഡ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദിസ് റിലേഷൻഷിപ്പ് ഈസ് ടേംഡ് ആസ് സോയിൽ മോയ്സ്ചർ ക്യാരക്ടറിസ്റ്റിക് കർവ്. അപ്പം സോയിൽ മോയ്സ്ചർ കണ്ടൻറ്റും സോയിൽ മോയ്സ്ചർ പൊട്ടൻഷ്യലും തമ്മിലൊരു റിലേഷനുണ്ട്. ആ റിലേഷനെ ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഗ്രാഫാണ് എന്ത്, സോയിൽ മോയ്സ്ചർ ക്യാരക്ടറിസ്റ്റിക് കർവ്. ആ കർവിൻ്റെ പേര് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ, കർവിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് വരുന്നില്ല. അപ്പം സോയിൽ മോയ്സ്ചർ കണ്ടൻറ്റും സോയിൽ മോയ്സ്ചർ പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷനെ കാണിക്കുന്ന ഗ്രാഫ് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് സോയിൽ മോയ്സ്ചർ ക്യാരക്ടറിസ്റ്റിക് കർവ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ഈസ് സോയിൽ മോയ്സ്ചർ കോൺസ്റ്റൻസ്. സോയിൽ മോയ്സ്ചർ കോൺസ്റ്റൻസിലേക്ക് വരുമ്പം
സോയിൽ മോയ്സ്ചർ നമുക്കൊരിക്കലും കോൺസ്റ്റൻ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റത്തില്ല. അത് എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ഓരോ പ്രഷറിൽ ഓരോ മോയ്സ്ചർ കണ്ടൻ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചപ്പോൾ ഫീൽഡ് കപ്പാസിറ്റി ഇത്ര പ്രഷറിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫറിക് പ്രഷറിൽ മണ്ണിലുണ്ടാകുന്ന വെള്ളത്തിൻ്റെ അംശം ഇത്രയേ ഉണ്ടാവത്തുള്ളൂ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് ഫീൽഡ് കപ്പാസിറ്റി ഒക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള കുറച്ച് ടെർമിനോളജീസാണ് ഈ സോയിൽ മോയ്സ്ചർ കോൺസ്റ്റൻസിൽ നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ സോയിൽ മോയ്സ്ചർ is always subjected to pressure gradient and vapor pressure differences that causes it to move. The soil moisture will not be constant at any pressure. ഒരു പ്രഷറിലും സോയിൽ മോയ്സ്ചർ നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടത്തില്ല, അത് മാറിക്കൊണ്ടേ ഇരിക്കും. At certain moisture contents given below are of particular importance in irrigated agriculture, and these are often called as soil moisture constants. അതായത് കുറച്ച് ടെർമിനോളജീസാണ്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ ക്ലാസ്സിൽ നിങ്ങൾ ഇത്രയും പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. സോയിൽ മോയ്സ്ചർ കോൺസ്റ്റൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. കുറേ ടെർമിനോളജീസ് വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.